ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ബാർ കോഴ കേസ് രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. കൂടുതൽ ആശങ്കാകുലമായ രണ്ടാം ഘട്ട ചിത്രമാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. ബാലകൃഷ്ണപിള്ള തയ്യാറെടുക്കുകയാണ് UDF നിന്ന് പുറത്തേക്ക് പോകാൻ. അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ആസന്ന കാരണമായി തീർന്നത് വീക്ഷണം എന്ന പത്രത്തിലെ മുഖപ്രസംഗമാണ്. ഇന്നലെ അതേ സംബന്ധിച്ച ഗൗരവതരമായ വാർത്തകളാണ് ദൃശ്യമാധ്യമങ്ങൾ അനുനിമിഷം നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പിള്ള ചാടിയാൽ മുട്ടോളം എന്ന ശീർഷകത്തിലാണ് മുഖപ്രസംഗം വീക്ഷണം എഴുതിയത്. പിള്ള ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയിൽ എന്ന നിലയ്ക്ക് പിള്ള പൊയ്ക്കോട്ടെ എന്ന ഒരു നിലപാട് വീക്ഷണം പത്രം എടുത്തിരിക്കുന്നു. ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന ചതിയനാണ് പിള്ള എന്ന നിലപാടാണ് മുഖപ്രസംഗം കൈക്കൊണ്ടത്. പുര കത്തിക്കുന്ന പിള്ളയാണ് ബാലകൃഷ്ണ പിള്ള തുടങ്ങിയ എല്ലാ പ്രയോഗങ്ങളും ആ മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആ നിലപാടെല്ലാം പത്രത്തിൻ്റെ മാത്രം നിലപാടാണ്, കോൺഗ്രസിൻ്റെ പൊതു നിലപാടല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ബാലകൃഷ്ണപിള്ളയ്ക്ക് എത്ര നാൾ ഇനി UDFൽ തുടരാൻ കഴിയും എന്ന സംശയം ജനിപ്പിച്ചിരിക്കുന്നു ആ നിലവാരത്തിലുള്ള വാർത്തകൾ. അത്തരമൊരു സാഹചര്യത്തിൽ ബാലകൃഷ്ണപിള്ളയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നു. പത്രലോകം നമുക്ക് തരുന്നു. മലയാള മനോരമ വർത്തമാനം പുറത്ത് തരുന്നത് കാണുക. കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം 2 ദിവസത്തിനകം ഒഴിയും എന്ന് ബാലകൃഷ്ണപിള്ള. സ്വന്തം ലേഖകനാണ് തരുന്നത്. 2 ദിവസം കൂടി മാത്രമേ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ UDF കനിഞ്ഞ് നൽകിയിരിക്കുന്ന മുന്നോക്ക വികസന കോർപ്പറേഷൻ സ്ഥാനം, ഒരു മന്ത്രി പദവി കൂടി അതിനൊപ്പം അദ്ദേഹത്തിനുണ്ട്. ഏതായാലും ആ സ്ഥാനം പിള്ള ഒഴിയാൻ പോകുന്നു. 2 ദിവസം മതി ഇനി അത്തരം ഒരു ഒഴിച്ചിലിന് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ബാലകൃഷ്ണപിള്ള പുറത്തേക്ക് തന്നെ. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: UDF ഏൽപ്പിച്ച മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം 2 ദിവസത്തിനകം എന്നാണ് ബാലകൃഷ്ണപിള്ള സൂചിപ്പിക്കുന്നത്. 28-ാം തീയതി ചേരുന്ന UDF യോഗത്തിന് ശേഷം കൂടുതൽ പ്രതികരിക്കും. വീക്ഷണം അച്ചടിക്കുന്നുണ്ടെന്ന് ഇന്നലെയാണ് മനസ്സിലായത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നുവെന്ന് പറയുന്ന വീക്ഷണം പത്രം താൻ UDF എന്ന സംവിധാനം ഉണ്ടാക്കിയെടുത്ത ആളാണെന്ന് മറക്കരുത്. വളവും വെള്ളവും നൽകി വളർത്തിയെടുത്ത സംവിധാനം കായ്ഫലമെത്തിയപ്പോൾ തങ്ങളുടെ പാർട്ടി അവഗണിച്ചു. അഴിമതി ചോദ്യം ചെയ്യരുതെന്ന് UDF ഉണ്ടാക്കിയ കാലം തൊട്ട് ആരും പറഞ്ഞിട്ടില്ല. അഴിമതി നടന്നുവെന്ന് വിശ്വസിക്കുന്നു. ധനമന്ത്രി എന്ന നിലയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ നിയമപരമായി KM മാണിക്ക് സാധിക്കും. എന്നാൽ ധാർമ്മികത അതിനുണ്ടോ എന്ന് സ്വയം ആലോചിക്കേണ്ടതുണ്ട് എന്ന് ബാലകൃഷ്ണപിള്ള പറയുമ്പോൾ അദ്ദേഹം തന്നെ ഭിന്നാഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ പ്രസ്താവന തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 28-ാം തീയതി UDFനെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. അന്നാണ് UDFൻ്റെ യോഗം ചേർന്ന് ബാലകൃഷ്ണപിള്ളയുടെ ഭാവി UDFൽ എന്തായിരിക്കും എന്ന് തീരുമാനിക്കുക. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മുഖാമുഖം എന്നതിൽ നിന്ന് മുഖം തിരിയുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ബാലകൃഷ്ണപിള്ള പുറത്തേക്ക് പോകുന്നു. ബാർ കോഴ കേസിനെ സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്നാണ് CPM പറഞ്ഞിരുന്നത്. എങ്കിൽ കോടതിയുടെ മേൽനോട്ടം ഈ ഘട്ടത്തിലും ആവശ്യമില്ല എന്ന നിരീക്ഷണം കോടതി കൈക്കൊണ്ടിരിക്കുന്നു. ആ വാർത്ത അതേ പുറത്ത് മനോരമ തരുന്നു. ബാർ കോഴ കേസ് കോടതിയുടെ മേൽനോട്ടം ആവശ്യമില്ല. കേസ് നേരിടുന്നത് മന്ത്രിയായതുകൊണ്ട് മാത്രം നിരീക്ഷണം ഏർപ്പെടുത്താനാവില്ല എന്ന് ഹൈക്കോടതി. മന്ത്രി KM മാണിക്ക് എതിരെ ആരോപണമുയർന്ന ബാർ കോഴ കേസ് അന്വേഷണത്തിൻ്റെ പ്രാരംഭ ദിശയിലായ ഈ ഘട്ടത്തിൽ കോടതി ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി. കേസ് നേരിടുന്ന വ്യക്തി മന്ത്രിയാണെന്ന കാരണത്താൽ മാത്രം അന്വേഷണത്തിന് കോടതി നിരീക്ഷണം ഏർപ്പെടുത്താനാവില്ല. അന്വേഷണം ശരിയായ പാതയിലല്ല എന്ന് ബോധ്യപ്പെടുകയോ നിരീക്ഷണം ആവശ്യപ്പെടാൻ തക്ക കാരണം ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഹർജിക്കാർക്ക് കോടതിയിൽ ഇത് ഉന്നയിക്കാമെന്ന് ജസ്റ്റിസ് P. ഉബൈദ് വ്യക്തമാക്കി. എന്ന് പറഞ്ഞാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ നീങ്ങേണ്ട ഒരവസ്ഥ സംജാതമാകുന്ന പക്ഷം, ഇനി അത്തരമൊരവസ്ഥ UDF സംജാതമാക്കുന്ന പക്ഷം അതിലേക്ക് തന്നെ കോടതി നീങ്ങും എന്ന ഉറപ്പും കോടതി ഇക്കാര്യത്തിൽ തന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ബിജു രമേശ് 2ാം വട്ടം മൊഴി നൽകി. കാരണം കൂടുതൽ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ മൊഴിക്ക് ആഴം വർദ്ധിക്കുന്നു. അതുകൊണ്ട് വീണ്ടും വിജിലൻസിന് അദ്ദേഹം മൊഴി നൽകി. ആ വാർത്തയും അതേ പുറത്ത് മനോരമ തരികയാണ്. മന്ത്രി KM മാണിക്ക് കോഴ കൊടുത്തതായുള്ള ബാർ അസോസിയേഷൻ നേതാക്കളുടെ സംഭാഷണമടങ്ങിയ CD കൈമാറിയതിന് പിന്നാലെ
അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ഇന്നലെ വിജിലൻസിന് വീണ്ടും വിശദമായ മൊഴി നൽകി. SP R സുകേശൻ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും പക്ഷേ 22 മണിക്കൂർ സംഭാഷണം അടങ്ങിയ ഹാർഡ് ഡിസ്ക് അദ്ദേഹം നൽകിയില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം അന്വേഷണ ഏജൻസിയായ വിജിലൻസ് ഉണ്ടല്ലോ, ആ വിജിലൻസിനെ അത്ര എളുപ്പം അങ്ങ് വിശ്വസിക്കാനൊന്നും കഴിയില്ല. കാരണം അധികാരത്തിൽ ഉമ്മൻചാണ്ടിയും ധനമന്ത്രി മാണിയുമൊക്കെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് കോടതിക്കല്ലാതെ മറ്റാർക്കും കൈമാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഏതായാലും രണ്ടാം വട്ടം മൊഴിയും ബിജു രമേശ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരായിരിക്കും? മാർച്ച് മാസം ആദ്യ ആഴ്ചയിൽ നിയമസഭ കൂടാൻ പോകുന്നു എന്ന് വാർത്തയുണ്ട്. അത് ബജറ്റ് സമ്മേളനം തന്നെയാണ്. ബജറ്റ് അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ധനമന്ത്രിയാണെങ്കിൽ മാണിക്കത് അവതരിപ്പിക്കാൻ കഴിയുമോ? ധനമന്ത്രിയായി അദ്ദേഹം കാണുമോ മാർച്ചിൽ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, മാണി ബജറ്റ് അവതരിപ്പിച്ചാൽ നിയമസഭയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും. ഇതുവരെ കണ്ടതൊന്നുമല്ല, യഥാർത്ഥ കാഴ്ച കാണാൻ പോന്നിരിക്കുന്നതേയുള്ളൂ, പൂരം വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് കോടിയേരി പറയുന്നത്. ആ വാർത്ത മാതൃഭൂമി നാട്ടുവർത്തമാനം പേജിൽ തരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മന്ത്രി KM മാണിയെ അനുവദിക്കില്ല എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ ഉപനേതാവുമായ കോടിയേരി ബാലകൃഷ്ണൻ. ബജറ്റ് അവതരണത്തിന് മന്ത്രി KM മാണി തുനിഞ്ഞാൽ നിയമസഭ അതിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന താക്കീതും അദ്ദേഹം നൽകിയിരിക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവാണ് കോടിയേരി എന്ന കാര്യം നാം ഓർക്കണം. മാണിയും പാർട്ടിയും ഊരാക്കുടുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നും മാതൃഭൂമി നിരീക്ഷിക്കുന്നു. മറ്റൊരു പുറത്ത് മാണിയും പാർട്ടിയും പത്മവ്യൂഹത്തിൽപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, പുറത്തേക്കിനി വരില്ല എന്നാണ് മാതൃഭൂമിയുടെ നിരീക്ഷണം. ജോർജ് പൊടിപ്പാറ കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. ബാർക്കോഴ വിഷയത്തിൽ മന്ത്രി KM മാണിയും പാർട്ടിയും അകപ്പെട്ടിരിക്കുന്നത് ആഴമേറിയ പ്രതിസന്ധിയിൽ. അഴിക്കുന്തോറും മുറുകുന്ന കുരുക്കായി ബാർക്കോഴ വിവാദം പാർട്ടിയെ വരിയുമ്പോൾ KM മാണി അഭിമുഖീകരിക്കുന്നത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കടുത്ത അഗ്നി പരീക്ഷണം. പലതവണ പാർട്ടിയുടെ പിളർപ്പിൽ കലാശിച്ചതടക്കം ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട രാഷ്ട്രീയ നേതാവാണ് KM മാണി. അടവുകളുടെയും പ്രതിരോധത്തിൻ്റെയും കാര്യത്തിൽ മാണിയുടെ മികവും കഴിവും അപ്പോഴെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. പത്മവ്യൂഹത്തിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്, പുറത്തേക്ക് ഇനി വരാനാകില്ല എന്ന് തന്നെയാണ് മാതൃഭൂമിയും നിരീക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് പാലാ മണ്ഡലത്തിൽ UDFൻ്റെ ഹർത്താലാണ്. പകലാണ് ഹർത്താൽ, 6 മുതൽ 6 വരെ. അതാണിപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് രീതി. KM മാണിയെ പ്രതിരോധിക്കാൻ UDF ആണ് ഹർത്താൽ നടത്തുന്നത് എന്നൊരു വ്യത്യാസമുണ്ട്. വൈകുന്നേരം പാലാ മണ്ഡലത്തിൽ UDFൻ്റെ പ്രകടനവും മാണിയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനവുമൊക്കെ ഉണ്ടാവും. പക്ഷേ 24-ാം തീയതി പാലയിൽ മറ്റൊരു ഹർത്താലുണ്ട്. ആ ഹർത്താൽ നടത്തുന്നത് LDF ആയിരിക്കും. അത് മാണിക്ക് എതിരായി മാണി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്ന മറ്റൊരു ഹർത്താൽ 24-ാം തീയതി. ഇന്ന് ഹർത്താൽ, 24-ാം തീയതി ഹർത്താൽ, രണ്ടും പാലാ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ 27-ാം തീയതി മൂന്നാമതൊരു ഹർത്താലുണ്ട്. ജനുവരി പുതിയ വർഷം ഹർത്താലുകളുടെ കൊയ്ത്തുകാലമാണെന്ന് തോന്നുന്നു. ഏതായാലും ജനുവരി 27 നടക്കുന്ന ഹർത്താൽ BJPയുടെ ആഭിമുഖ്യത്തിലാണ്. ആ ഹർത്താലും പ്രക്ഷോഭ സമരത്തിൻ്റെ ഭാഗമായാണ്. മാണി രാജിവെക്കണമെന്നത് തന്നെയാണ് ആവശ്യം. 27-ാം തീയതി ഹർത്താൽ. പക്ഷേ ആ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, പാലായിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് കേരള അടിസ്ഥാനത്തിലുള്ള ഹർത്താലാണ് എന്നുള്ള വ്യത്യാസം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രക്ഷോഭത്തിൻ്റെ നാളുകളാണ് വരുന്നത്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത പ്രക്ഷോഭത്തിൻ്റെ ആ നാൾ വഴി LDF എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു, എങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് കാണുക. മാണിയെ ബഹിഷ്കരിക്കും, രാജിവെക്കും വരെ പ്രക്ഷോഭം വിട്ടുവീഴ്ചയില്ല എന്നാണ് LDF പറഞ്ഞിരിക്കുന്നത്. LDF കൺവീനർ വൈക്കം വിശ്വൻ തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തുന്ന ചിത്രമടക്കമുള്ള വാർത്ത ഇങ്ങനെ പറയുന്നു. ഫെബ്രുവരി 3-ന് സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ജനകീയ മാർച്ച്, ആവശ്യം മാണിയുടെ രാജി. ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം അതുവഴി ജനങ്ങൾ ഉണ്ടാക്കും എന്നാണ് വൈക്കം വിശ്വൻ വിശദീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ബാർക്കോഴ കേസിൽ മന്ത്രി KM മാണി രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ LDF സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 3-ന് സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ജനകീയ മാർച്ച് നടത്തും. KM മാണിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കാനും
തീരുമാനിച്ചതായി LDF കൺവീനർ വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന് പറഞ്ഞാൽ വരുന്ന വാരം ഏതായാലും അടുത്ത വാരം പാലാ എന്ന മണ്ഡലത്തെ സംബന്ധിച്ചോളം വളരെയധികം ഗൗരവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്ന ഒരു സ്ഥലം തന്നെയാണ്. അച്ഛന് പുറകെ ജോസ് കെ മാണിയും ഇതുമായി ബന്ധിപ്പിച്ച് പ്രതിരോധത്തിലാകുന്നു. ആ വാർത്താ മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ തരുന്നു. ബാർക്കോഴ വിജിലൻസ് ജോസ് കെ മാണിയുടെ മൊഴിയെടുക്കും. ബാറുടമകളുടെ ശബ്ദരേഖ കോടതിയിൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു ബിജു രമേശ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിയുടെ മൊഴിയെടുക്കേണ്ടി വരും. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കേസിൽ മന്ത്രി KM മാണിയുടെ മകൻ ജോസ് കെ മാണി MP-യുടെ മൊഴിയെടുക്കാൻ വിജിലൻസ് തീരുമാനിച്ചു. ബാർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ MD ധനേഷ്, അനിമോൻ എന്നിവരുടെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. കേസിൽ KM മാണിയുടെ പങ്ക് വ്യക്തമാക്കുന്നു എന്നവകാശപ്പെട്ട് ബിജു രമേശ് ഹാജരാക്കിയ CD-യിലെ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തീരുമാനം എന്നും മാധ്യമം നിരീക്ഷിക്കുന്നു. ജോസ് കെ മാണി കൂടി രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനിടെ മാണിയെപ്പറ്റി കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ മംഗളം എന്ന പത്രം മാത്രം ഇന്ന് നമുക്ക് ഒന്നാം പേജിൽ തരുന്നു. പോലീസ് വാർത്തകൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന മംഗളത്തിൻ്റെ റിപ്പോർട്ടർ S നാരായണനാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രി മാണി UDF വിട്ടേക്കുമെന്നാണ് ഇൻ്റലിജൻസ് പറയുന്നത്. ഇൻ്റലിജൻസിൻ്റെ ആ റിപ്പോർട്ട് ഗൗരവതരമായ എന്തു മാറ്റമാണ് കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഇങ്ങനെ നാണം കെട്ട് നിൽക്കാൻ ഇടയില്ല. ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയ സാഹചര്യത്തിൽ ചോർത്തിയിരിക്കുന്നു. കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗം മാണി സാറിൻ്റെ ഫോൺ ചോർത്തി. മാണി സാർ UDF വിടാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ മംഗളം തരുന്നത് ഇങ്ങനെയാണ്. ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുപക്ഷവും BJPയും ശക്തമായി പ്രക്ഷോഭരംഗത്തിറങ്ങുകയും UDF-ൽ നിന്ന് മതിയായ പിന്തുണ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് M മുന്നണി വിടാനൊരുങ്ങുന്നു എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. പാർട്ടി നേതാക്കളടക്കം ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയാണ് കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരള കോൺഗ്രസ് M ഉന്നതാധികാര സമിതി അടുത്ത ആഴ്ച ചേരാനിരിക്കെ 30-നകം ഇത് സംബന്ധിച്ച് നിർണായക തീരുമാനമുണ്ടായേക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് 23-ആണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗം നിരീക്ഷിക്കുന്നത്. അങ്ങനെ വരുന്ന പക്ഷം ബാലകൃഷ്ണപിള്ളയ്ക്ക് പിറകെ UDF-ൽ നിന്ന് മാണി സാറും പുറത്തേക്ക് പോകും എന്നാണ് ഈ നിരീക്ഷണം നമ്മോട് പറയുന്നത്. IPL എന്ന വാതുവെപ്പ് കളിയുണ്ടല്ലോ, ക്രിക്കറ്റിനകത്തുള്ള ആ വാതുവെപ്പ് കളി ക്രിക്കറ്റിനെ മുച്ചൂടും മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ BCCI എന്ന സംഘടന ഒരു പോക്കറ്റ് സംഘടനയായി ശ്രീനിവാസൻ എന്ന പ്രസിഡന്റ് കൊണ്ടു നടക്കുകയായിരുന്നു. തന്നിഷ്ടം എപ്പോഴും പുലർത്താൻ കഴിയുന്ന ഒരു സംഘടനയായി അദ്ദേഹം അത് കൈകാര്യം ചെയ്തിരുന്നു അതിനെ. എന്നാൽ സുപ്രീം കോടതി ഇടപെടുകയും ഇനി വേണ്ട ശ്രീനിവാസ, ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നിരീക്ഷണങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. BCCIയുമായി ബന്ധിപ്പിച്ച നിർണായകമായ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇന്ന് പത്രലോകം വലിയ വാർത്ത ആക്കി മാറ്റിയിരിക്കുന്നു. മലയാള മനോരമ അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. BCCI പ്രസിഡന്റ് സ്ഥാനമോ സൂപ്പർ കിങ്സ് ഉടമസ്ഥതയോ ശ്രീനിവാസന് ടോസ് ഇടാം. 2-1 മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ. 2ഉം കൂടി കൊണ്ടു നടക്കണ്ട ശ്രീനിവാസ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം. സൂപ്പർ കിങ്സിൻ്റെ തലപ്പത്തിരുന്ന് BCCI തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല ശ്രീനിവാസന്. ശ്രീനിവാസൻ്റെ മരുമകൻ ഗുരുനാഥ് മെയ്യപ്പനും രാജു കുന്ദ്രയും വാതുവയ്പ് നടത്തിയതിന് തെളിവുമുണ്ട്. മിഥുൻ M കുര്യാക്കോസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ. BCCI പ്രസിഡന്റ് പദവി തിരിച്ചു പിടിക്കാനുള്ള N ശ്രീനിവാസൻ്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. IPL ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തലപ്പത്തിരുന്ന് BCCI തിരഞ്ഞെടുപ്പിൽ ശ്രീനിവാസന് മത്സരിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ആ വാർത്തയാണ് മനോരമ ഒന്നാം പേജിൽ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ. ഇന്ന് മനോരമയുടെ ഒന്നാം പുറം മറ്റൊരു വാർത്ത കൂടി തരുന്നു. കോപ്പിയടി വിവാദത്തെ സംബന്ധിച്ച വാർത്തയാണ്. കേരള PVCയോട് കാലിക്കറ്റ് VC വിശദീകരണം തേടും. കേരള PVC ഡോക്ടർ N വീരമണികണ്ഠൻ്റെ PhD പ്രബന്ധത്തിൻ്റെ 64% കോപ്പിയടിച്ചതാണ് എന്ന റിപ്പോർട്ടിനെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല അധികൃതർ PVCയോട് വിശദീകരണം തേടിയിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ പകുതിയല്ല 64% കോപ്പിയടിച്ചിരിക്കുന്നത് ഈ ബിരുദൻ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്.
കേരളത്തിലെ മദ്യനയം അങ്ങനെ ഒരു നയമുണ്ടോ എന്ന് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. നയമുണ്ടെങ്കിൽ സർക്കാർ നയത്തിൽ ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു നയവുമില്ലാത്ത ഈ നയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ നയം എന്ന ഒരുതരം അഭിനയം, നയമാണോ അഭിനയമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നയത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നു. മദ്യനയത്തിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശം. സർക്കാർ മദ്യനയത്തെ സുപ്രീം കോടതി കശക്കിക്കളഞ്ഞിരിക്കുന്നു. വാർത്ത മാതൃഭൂമി ഒന്നാമത്തെ വാർത്തയാക്കി തരുന്നു. കേരളത്തിൽ വിചിത്രമായ സംഭവങ്ങളെന്ന് കോടതി. 10 ബാറുകൾക്കെതിരായുള്ള സർക്കാരിൻ്റെ ഹർജി തള്ളി. സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കേരളത്തിൽ വളരെ വിചിത്രമായ സംഭവങ്ങളാണ് നടക്കുന്നത് എന്ന് ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, അരുൺ മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് കുറ്റപ്പെടുത്തി. എന്ത് തരം മദ്യനയമാണിതെന്നും കോടതി ചോദിച്ചു. 10 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി ബെഞ്ച് തള്ളി. തൻ്റെ കൂടെയിരിക്കുന്ന ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ സർക്കാരിന് വലിയ പ്രശ്നമുണ്ടാകുമെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആ അർത്ഥത്തിൽ വലിയ അവമതിക്കാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഇന്നലെ സാക്ഷ്യം നിന്നത്. ആ വാർത്ത മാതൃഭൂമി ഒന്നാം പുറത്ത് തന്നെ നമുക്കിന്ന് തന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ജനുവരി 25 മുതൽ ഇന്ത്യയിലുണ്ട്. 3 ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്യും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖച്ഛായ അതുകൊണ്ട് മാറും. കർശനമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പൊതുവൃത്താന്തം പേജിൽ മാധ്യമം ആ വാർത്തയുടെ കൗതുകകരമായ വിശദാംശങ്ങൾ തരുന്നത് കാണുക. ഒബാമ പരേഡ് കാണുമ്പോൾ ആഗ്രയിൽ 400 കിലോമീറ്റർ അകലെ ആഗ്രയിലും വിമാനം പറക്കില്ല എന്നാണ് വാർത്ത പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി എത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇന്ത്യ ഗേറ്റിന് സമീപത്തെ തുറന്ന വേദിയിൽ ഇരിക്കുമ്പോൾ ദില്ലിയിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലെ ആഗ്രയ്ക്കോ ജയ്പൂരിന് മുകളിലൂടെയോ വിമാനങ്ങൾ പറക്കില്ല. ദില്ലിക്ക് 400 കിലോമീറ്റർ ദൂരപരിധിയിൽ യാത്രാ വിമാനങ്ങൾ ഈ സമയത്ത് പറക്കുന്നത് സർക്കാർ വിലക്കിയിരിക്കുകയാണ്. അത്രമാത്രം വിലയേറിയ 2 മണിക്കൂറായിരിക്കും ഒബാമ പരസ്യമായി ഇരിക്കുന്നത്. RSSനെ ലോകോത്തര നിലവാരത്തിൽ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്ന് അമേരിക്കൻ താമസക്കാരായ സിഖുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ ആ വാർത്ത തരുന്നു. അമേരിക്കൻ കോടതിയിൽ ഹർജി. RSSനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന്, RSSനെ വൈദേശിക ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ കോടതിയിൽ ഹർജി. 6 for Justice എന്ന സംഘടന സമർപ്പിച്ച ഹർജിയിൽ 2 മാസത്തിനകം നിലപാട് അറിയിക്കാൻ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയോട് ന്യൂയോർക്ക് സദേൺ ഡിസ്ട്രിക്ട് ഫെഡറൽ കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഹിംസാത്മകമായ പ്രചരണ പരിപാടികൾ അഴിച്ചുവിടുകയും ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന സംഘടനയാണ് RSS എന്നാണ് വിദേശികളായ സിഖുകാർ ആക്ഷേപിച്ചിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലെ ഭീകര സംഘടനയായി RSSനെ ചിത്രീകരിച്ചിരിക്കുന്നു. പുതിയ ഒരു തൊഴിലാളി വിരുദ്ധ ബില്ല് കൂടി അവതരിപ്പിക്കപ്പെടാൻ പോകുന്നു നമ്മുടെ പാർലമെൻറ്റിൽ. ഇന്ത്യ ലോകം പേജിൽ ആ വാർത്തയുടെ വിശദാംശവും ദേശാഭിമാനി തന്നിട്ടുണ്ട്, കാണുക. നിർബന്ധിത PF കേന്ദ്രം ഒഴിവാക്കുന്നു. ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കാര്യമാണ്, നിർബന്ധിതമാണ്, ഒരു മുതലാളിക്കും ഒഴിയാനാവില്ല. പക്ഷേ ഇനി അത് നിർബന്ധിതമാകാൻ പോകുന്നില്ല. M പ്രശാന്ത് ദില്ലിയിൽ നിന്ന് ആ വാർത്ത നമുക്ക് തരുന്നത് ഇങ്ങനെ: ജീവനക്കാർ പ്രൊവിഡൻറ്റ് ഫണ്ട് നിർബന്ധമായി അടയ്ക്കണമെന്ന വ്യവസ്ഥ ദുർബലപ്പെടുത്തുന്നതടക്കം EPF നിയമത്തിൽ നിരവധി ഭേദഗതികൾ നിർദ്ദേശിച്ചുള്ള ബില്ലിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇറോം ശർമിളയ്ക്ക് മോചനമായി. വർഷങ്ങൾക്ക് ശേഷം അവർ തടവറയിലായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം മോചനം ലഭിച്ചിരിക്കുന്നു. ആ വാർത്ത കേരള കൗമുദി അതിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ 1-ാം പേജിൽ സചിത്രമായി തന്നിരിക്കുന്നു, കാണുക. അഫ്സ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയതിന് വീട്ടുതടങ്കലിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തക ഇറോം ശർമിളയെ മോചിപ്പിച്ചു. ഇംഫാൽ ജില്ലാ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് മോചനം. ശർമിളയുടെ മേൽ ചുമത്തിയിട്ടുള്ള ആത്മഹത്യാശ്രമം എന്ന കുറ്റം നിലനിൽക്കുന്നതല്ലെന്ന് ഉടൻ മോചിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അങ്ങനെ മോചിപ്പിക്കണമെന്ന് പറയുന്നത് വഴി പെട്ടെന്ന് മോചിതയാകാൻ പോകുന്നില്ല ഇറോം ശർമിള, എങ്കിൽ പോലും വലിയ മാറ്റമാണ് ഈ കോടതി വിധി അവർക്ക് നൽകാൻ പോകുന്നത് എന്ന് ഉറപ്പ്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ചതുരംഗത്തിലായാലും യുദ്ധത്തിലായാലും ശത്രുമിത്രങ്ങളെ തിരിച്ചറിയുക അത്യാവശ്യമാണ്. എന്നാൽ ശത്രുക്കൾ മിത്രങ്ങളായാൽ എങ്ങനെ തിരിച്ചറിയും? ഈ കാർട്ടൂൺ കാണുക. ഇത് BJPയുടെ ചതുരംഗ കളമാണ്.
രാജാവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന മാതിരി മോദി തന്നെയാണ്. മന്ത്രി എന്ന കരു അമിത്ഷായാണ്. ബാക്കി കരുക്കൾ ആരെന്ന് വ്യക്തമല്ല. മുൻ ശത്രുക്കളെ സ്വന്തം കൂട്ടി ദില്ലി തെരഞ്ഞെടുപ്പ് നേരിടുന്ന BJPയുടെ അങ്കലാപ്പ് കേശവ് കാർട്ടൂണാക്കി ഹിന്ദു ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ദേശീയ സ്കൂൾ കായികമേള റാഞ്ചിയിൽ നടക്കുകയാണ്. 18ാം തവണ കേരളം കിരീടം കൈയടക്കാൻ ആഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ചിത്രം കാണുക. ഇത് ഇന്നലെ നടന്ന പോൾ വാൾട്ട് മത്സരമാണ്. കേരളത്തിൻ്റെ ചാക്കോ തോമസ് സ്വർണം നേടുന്ന ആകാശ കുതിപ്പ് യൂനിസ് ചെഞ്ചേരി പകർത്തി തേജസ് എന്ന പത്രം ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.